ട്രംപ് പണി തുടങ്ങിക്കഴിഞ്ഞു. തന്റെ ആദ്യ ഭരണ കാലയളവിലെ നിയന്ത്രണങ്ങൾ തുടരാനോ ഉയർത്താനോ തന്നെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന നീക്കങ്ങൾ. മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ചരക്കുകൾക്കും 25% തീരുവയും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% അധിക നികുതിയും ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ നീക്കങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയും ഉൾപ്പെട്ടിരിക്കുന്ന ബ്രിക്സിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ട്രംപ്. ഇന്ത്യ ഉൾപ്പെടെ ഒന്നിലധികം രാജ്യങ്ങൾക്ക് 100% തീരുവ ചുമത്തുമെന്നാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഒരു കൂട്ടം രാജ്യങ്ങൾക്ക് 100% തീരുവ ചുമത്തുമെന്ന അത്ര നിസ്സാരമല്ലാത്ത ഭീഷണി. US ഡോളറിന്റെ മൂല്യം കുറച്ചാൽ ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് ഗ്രൂപ്പിനെതിരെ ഈ നടപടിയാകും സ്വീകരിക്കുക എന്നാണ് ട്രംപ് പറയുന്നത്. റഷ്യ, ഇന്ത്യ, ചൈന, ഇറാൻ എന്നിവ ഉൾപ്പെടുന്ന പ്രധാന വികസ്വര സമ്പദ് വ്യവസ്ഥകളെ സ്വാധീനിച്ച് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ പുതിയ ബ്രിക്സ് കറൻസി സൃഷ്ടിക്കുകയോ ശക്തമായ US ഡോളർ മാറ്റിസ്ഥാപിക്കാൻ, അതായത് ഡോളറിന് പകരമായി മറ്റേതെങ്കിലും കറൻസി തിരികെ നൽകുകയോ ചെയ്യുന്ന പക്ഷം 100% താരിഫുകൾ നേരിടേണ്ടി വരും. കൂടാതെ US-ലേക്കുള്ള വ്യാപാരത്തോട് വിട പറയേണ്ടി വരുമെന്ന് ട്രംപ് നവംബർ 30-ന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ബ്രസീൽ പ്രസിഡന്റ് ഇനാസിയോ ലൂയിസ് കഴിഞ്ഞ വർഷം വിദേശ വ്യാപാരത്തിൽ ഡോളറിനൊരു ബദൽ വികസിപ്പിക്കാൻ ബ്രിക്സ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഡോളറിനെ മാറ്റിസ്ഥാപിക്കാൻ ബ്രിക്സിന് സാധ്യമല്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്ന ഏതൊരു രാജ്യവും അമേരിക്കയോട് വിട പറയണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്ത്യ വലിയ വ്യാപാര ചൂഷകരാണെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുള്ളതും ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ബ്രിക്സ് ഗ്രൂപ്പിലെ അംഗങ്ങൾ. കഴിഞ്ഞ മാസം റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷമാണ് ഡോളർ ഇതര ഇടപാടുകൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും പ്രാദേശിക കറൻസികൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഈ രാജ്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഒപ്പം ബ്രിക്സ് രാജ്യങ്ങൾക്ക് ബ്രിക്സ് പേ എന്ന പേരിൽ അവരുടേതായ അന്താരാഷ്ട്ര പേയ്മെന്റ് സംവിധാനം ലഭ്യമാക്കണമെന്ന് റഷ്യ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. യൂറോപ്പിന്റെ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻസ് അഥവാ സ്വിഫ്റ്റ് നെറ്റ്വർക്കിന്റെയും ഇന്ത്യയുടെ UPIയുടെയും ലൈനിലാണ് ബ്രിക്സ് പേ. റഷ്യൻ റൂബിൾ, ചൈനീസ് യുവാൻ, ഇന്ത്യൻ രൂപ, ബ്രസീലിയൻ റിയൽ, ദക്ഷിണാഫ്രിക്കൻ റാൻഡ് എന്നിവയുൾപ്പെടെയുള്ള നാണയങ്ങളിൽ പേയ്മെന്റുകൾ നടത്താനും സ്വീകരിക്കാനും ബ്രിക്സിലെ അംഗങ്ങളെ ബ്രിക്സ് പേ അനുവദിക്കും. ഇതുകൂടാതെ ഈ കറൻസികളുടെ അനായാസമായ എക്സ്ചേഞ്ചിനും ബ്രിക്സ് പേ ഉപയോക്താക്കളെ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ ക്രോസ് ബോർഡർ പേയ്മെന്റുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. ഇത്രയും മോഹിപ്പിക്കുന്ന പദ്ധതികൾ ബ്രിക്സ് പേ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അംഗരാജ്യങ്ങൾ വ്യത്യസ്ത തലത്തിലുള്ള ഉത്സാഹവും പ്രതിബദ്ധതയും ഒക്കെയാണ് പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യയും ഇറാനും പോലുള്ള മറ്റ് രാജ്യങ്ങൾ ഈ നിർദ്ദേശത്തിൽ പരിമിതമായ താല്പര്യം മാത്രമാണ് കാണിച്ചത്. ഈ സാഹചര്യത്തിൽ ചൈന ബ്രിക്സ് പേയ്ക്ക് പിന്തുണയും അറിയിച്ചു. 2009 സ്ഥാപിതമായതിനു ശേഷം ബ്രിക്സ് ഗ്രൂപ്പ് ഗണ്യമായി വികസിച്ചു. ഇപ്പോൾ ഇറാൻ, ഈജിപ്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളും ബ്രിക്സിൽ ഉൾപ്പെടുന്നു. എന്തായാലും ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന ആശങ്കയിലാണ് ലോകം. കണ്ടു തന്നെ അറിയണം.